ഹലോ ഫ്രണ്ട്സ്, ഹായ്. സ്റ്റോറിക്ക് നമുക്ക് പോവാം. ജിമ്മിന് സെക്രട്ടറിക്ക് ഫോൺ ചെയ്ത് പറയാൻ തുടങ്ങി. ജിമ്മിന് വിളിപ്പിച്ചു. അങ്ങനെ ജിമ്മിന് സെക്രട്ടറി വന്നു. സർ, എന്താ സർ? ഓക്കെ, ഞാൻ പറഞ്ഞത് ചെയ്യുന്നുണ്ടോ സർ? അതൊക്കെ ഇപ്പം എങ്ങനെ സർ ചെയ്യുന്നത്? ജിമ്മിൻ പ്ലാൻ പറയാൻ തുടങ്ങി. ഓക്കെ സർ. ഹാറാം ഹയാൻ ഷൂട്ടിംഗ് അല്ലേ കഴിഞ്ഞല്ലേ? എന്നെ നാളെ വരുന്നു മാത്രമല്ലേ സർ ഹയാം ഉള്ളത്? അതെ ജിമ്മിൻ. ജിമ്മിൻ ഓക്കെ. ജിമ്മിൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഇവൻ എന്താ പ്ലാൻ ചെയ്യുന്നത്? ജിമ്മിൻ പറഞ്ഞു. ജിമ്മിൻ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ഷോക്ക്. സത്യമാണോടാ? അതെ, എല്ലാവർക്കും ഷോക്കായിരുന്നു. അത് പിന്നെ പറയാം. ഓക്കെ. ജിമ്മിൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ജിമ്മിൻ ഒരു വീട്ടിൽ വന്ന് സംസാരിക്കാൻ തുടങ്ങി. ആ വീട്ടിൽ പറയാൻ തുടങ്ങി. അത് എന്താ ചെയ്യുന്നത്? അത് വീട്ടിൽ സമ്മതിപ്പിക്കാൻ തുടങ്ങി. ഒരു ആൻറ്റി ഓക്കെ പറഞ്ഞു. ശരി, ഓക്കെ അങ്ങനെയായിട്ട് അങ്ങനെ പറഞ്ഞു. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് അങ്ങനെ കൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം ഇതാ ചെയ്യാമെന്ന് ജിമ്മിന് പറഞ്ഞു. അത് ഓക്കെ ആയി. അങ്ങനെ കൊണ്ട് ജിമ്മിൻ പറഞ്ഞ മതി ചെയ്തു. അങ്ങനെയായിട്ട് പ്രിയ എന്താ പറ്റിയിടി? എന്താടാ ഷാദ്, എന്താടാ പറ്റി? രാപ്രപ്പ സാറിൻ്റെ ഫ്രണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യണം. എന്തായി അവൾക്ക് ഫ്രീയാൻസി ഒന്നുമില്ല എനിക്ക് തോന്നുന്നു. എന്നാൽ ഞാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഹീറോയിൻ്റെ മമ്മി വന്ന് പറയാൻ തുടങ്ങി. പ്രിൻസിപ്പലോട് പറഞ്ഞു, ഇല്ല എനിക്ക് ഒരു മാസം ലീവ് വേണം. പ്രിൻസിപ്പലോട് ചോദിച്ചു. പ്രിൻസിപ്പൾ എന്താ നല്ല പഠിക്കുന്ന കൊച്ചല്ലേ? ഇല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. അങ്ങനെ കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. അതുകൊണ്ട് എൻ്റെ മോള് അങ്ങനെയായിട്ട് പറഞ്ഞു. ഇങ്ങനെ കുറച്ച് ഇനി സാർക്കും ഒന്നും അറിഞ്ഞില്ലായിരുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. ശരി, ഇപ്പം എന്താ ചെയ്യാൻ പറഞ്ഞു? ഓക്കെ, ശരി, ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് ഇവിടുന്ന് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയായിട്ട് ഇവിടുന്ന് അങ്ങനെ പ്ലാൻ ചെയ്തു. അങ്ങനെ മാരേജ് പ്ലാനായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്യാമായിരുന്നു. ഇവിടെ മാരേജ് പ്ലാൻ ഇവിടെ നടന്നുകൊണ്ടുള്ളത്. എങ്ങനെ പറഞ്ഞു. പ്രിയ പറഞ്ഞു, സർ നിങ്ങൾ മാരേജ് കഴിക്കാൻ ഉറപ്പാണോ? അവളെ ഞാൻ മാരേജ് കഴിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം. അങ്ങനെ ആ സാർ പറഞ്ഞായിരുന്നു. ആ സാറ് അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ വീട്ടിലേക്ക് വരാൻ നോക്കുക. ഹീറോയിൻ്റെ വീട്ടിൽ ലോക്ക്. എവിടെ പോയിട്ടുണ്ടോ? പിന്നെ സാറിന് പ്രിൻസിപ്പളോട് ചോദിക്കും. ഇല്ല അപ്പാ, അവൾ ഒരു മാസം ലീവ് കേട്ടിട്ടുണ്ട്. അവനൊക്കെ ടെൻഷനായി. എവിടേക്ക് പോകുന്നത്? അറിയില്ല സർ, അവർ എന്തോ ഗ്രാമറ്റ് പോകുമെന്ന് പറഞ്ഞായിരുന്നു. അവരുടെ വീട്ടിൽ എവിടെ പറഞ്ഞാൽ അറിയില്ല. അങ്ങനെ പറഞ്ഞു. ആ സാർക്ക് ടെൻഷനായി. ശരി, വന്ന പിന്നെ അവളെ മാരേജ് കഴിക്കാൻ ആ സാർ പ്ലാൻ ചെയ്തു. അതെ, ഇപ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ട്സും വന്നില്ലായിരുന്നു. ഇത് കുറച്ച് സാറിന് കുറച്ച് ഡൗട്ട് വരാൻ തുടങ്ങി. എന്ത് ഫ്രണ്ടും ഇല്ല. എല്ലാവർക്കും കോൾ ചെയ്തു. എല്ലാവരും ഫോൺ ചേഞ്ച് ചെയ്തു. ഇത് നോട്ട് റീച്ച് എന്ന് പറയുന്നു. അങ്ങനെയായിട്ട് അർജുൻ പറയാൻ തുടങ്ങി. ഈ പ്ലേയേഴ്സ് സൂപ്പറായിട്ടുണ്ട്. എടാ, ഇത് എന്തിനാടാ ഇവിടെ വിളിച്ചത്? ഇത് കൊറിയ. എന്തിനാണ് ഈ കൊറിയക്ക് വിളിച്ചുകൊണ്ട് വന്നത്? ശരി, ഓക്കെ, വാ നമുക്ക് പോവാം. അവിടെ ഷോപ്പിംഗ്. അങ്ങനെ അവിടെ നൈറ്റ് റെസ്റ്റ് എടുത്തും കഴിഞ്ഞു. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞു. പിന്നെ കൊറിയക്ക് എത്തിയായിരുന്നു. അങ്ങനെ ഇറന്ന് പോയായിരുന്നു. സാറ് കുറച്ച് നാൾ പോയിരുന്നു. അതുകൊണ്ടാണ് അവിടെ എത്തിയതിന്. അങ്ങനെയായിട്ട് അവിടെ എല്ലാം റെഡി ആയതുകൊണ്ടുണ്ട്. ഒന്നും നടക്കുന്നില്ല. അളവ് എല്ലാം എടുത്തു കഴിഞ്ഞു. റിങ് അതെന്തിനാ റിങ്? ഒന്നില്ല, ചുമ്മാ ഒരു റിങ്. അങ്ങനെ ഡ്രസ്സെല്ലാം ഇട്ടുകൊണ്ട് വന്നു. റെഡിയായി. എന്തിനാണ് വെച്ച് റെഡി? അതൊന്ന് പിന്നെ പറയാന്. അങ്ങനെ റെഡി ആയിട്ട് വന്നു. ബീച്ച് സൈഡിലേക്ക് വന്ന് കണ്ണ് തുണി എടുത്തിരുന്നു. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അതെ, റോസ് കണ്ണിൽ തുണിയെടുത്തു. അതുകൊണ്ട് ഷോക്കായിപ്പോയി. പ്ലേസ് സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ ജിമ്മിനായിരുന്നു അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അല്ല, എസ്കിമിന്ന് പറഞ്ഞു. തീർന്നു. ജിമ്മിനോട് ഷോക്കായിപ്പോയി. അയ്യോ, ഈ ജിമ്മിനല്ലേ? ജിമ്മിൻ വന്ന് കൈ പിടിച്ചു. എന്നെ ചോദിച്ചായിരുന്നു. ഓക്കെ പറയാം, എന്താ ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലായില്ല. ഓക്കെ പറയാമെന്ന് പറഞ്ഞു ജിമ്മിന്. എല്ലാത്തിനും ഒന്നും അതെന്ത് സംഭവം എന്ന് അറിയില്ലായിരുന്നു. കണ്ണെടുക്കാൻ ഷോക്കായിട്ട് പറയാൻ തുടങ്ങി. ഷോക്കിൽ അങ്ങനെ റിങ് ഇടാൻ പറഞ്ഞു. ഇങ്ങനെ ഷാക്കിൽ എന്താ ജിമ്മിന് പറയാൻ തുടങ്ങി. എന്തിനായിരുന്നു നടക്കുന്നത്? ജിമ്മിൻ എന്നെ കൈ പിടിച്ച് റിങ് എടുപ്പിച്ച്. അങ്ങനെ ജിമ്മിന് റിങ് എടുപ്പിച്ച്. അത് ഷോക്കിലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാരേജുമായി എല്ലാം നടന്നു. അത് കണ്ട് ഷോക്ക്. ഫ്ലവർ ഇപ്പോൾ കുളിക്കുക.
എന്താ ഫ്ലവർ എറിയാൻ പറഞ്ഞു. അങ്ങനെ ഫ്ലവർ എറിഞ്ഞു അർജുൻ്റെ കൈക്ക് വീണു. അർജുനും പിടിച്ചു, ഒരു ഗേളും പിടിച്ചു തന്നു. അർജുൻ യഥാർത്ഥം നോക്കുമ്പോൾ ഒരു ക്യൂട്ടായിട്ട് ഒരു ഗേൾ. അർജുനക്ക് പാട്ട അടിക്കാൻ തുടങ്ങി. വാ എന്ന് വായി വിളിച്ച് ഷോക്കായി നോക്കാൻ തുടങ്ങി. അങ്ങനെയായിട്ട് ജിമ്മിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ജിമ്മിനും പറയാൻ തുടങ്ങി. നടന്ന കാര്യം ജിമ്മിനോട് ഷോക്കായി നോക്കുന്നത്. സർ അത് ഹായ് ഹലോ നമുക്ക് രണ്ടുപേർക്ക് ഇപ്പം മാരേജ്, ഹസ്ബൻഡ് വൈഫ്. ഇത് കേട്ട് ഷോക്കായിട്ട് പറയുന്നത്. അത് ഫ്രണ്ട്സിനോട് കോൾ ചെയ്ത് വെച്ച് പറയുന്നു. ഓക്കെ അതേടെ നടന്ന കാര്യം പറയാൻ തുടങ്ങി. എന്ത് സാറിന് അതേടെ ആ സാറിന് പേടിച്ചതാണ് ഞാൻ മാരേജ് ചെയ്തത് എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ശരി ഓക്കെ. അങ്ങനെ കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി. അതെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് അവിടെ കഴിഞ്ഞു. ജിമ്മിന് പറയാൻ തുടങ്ങി. ഇപ്പം നീ അവിടെ പോയിക്കോ, എന്ത് പ്രശ്നമുണ്ടോ എന്നോട് പറയണോ. ജിമ്മിൻ ഒരാളയച്ച് എടാ നീ ഇവിടെ നോക്കിക്കൊള്ളണം എന്നെ ജിമ്മിൻ പറഞ്ഞു. അതെ ആ കുട്ടീൻ്റെയോടാണ് പറഞ്ഞത്. അർജുൻ സൈറ്റ് അടിക്കുക ആ കുട്ടീനോട് മിയാൻ്റെയോട്. മിയ എല്ലാ കാര്യം നോക്കിക്കൊള്ളണം, ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മ ഉണ്ടല്ലേ. ശരി ഓക്കെ എന്ന് മിയ പറഞ്ഞു. അങ്ങനെയൊക്കെ രണ്ടുപേരും എല്ലാവരും ഇന്ത്യയൊക്കെ വന്നു. ജിമ്മിനൊക്കെ ഷൂട്ടിങ് അതെല്ലാം ഉണ്ടാവും. മിയ പറയാൻ തുടങ്ങി ഹായ്. അങ്ങനെ മിയ ഇങ്ങനെ വന്നു കോളേജിൽ വന്നു. അങ്ങനെ കോളേജിൽ വന്നപ്പോൾ ആ സാറ് വന്നു. അങ്ങനെ വിളിച്ചു സാർ. ക്യാബിന് വിളിച്ചു. സാർ നിങ്ങളെന്നെ വിളിക്കുന്നത് മിയ ചോദിച്ചു. ഇവളാരാ എന്നെ മിയാനെ നോക്കി. അങ്ങനെ മിയാനോട് വന്ന് ഈ നാട്ടിലത്തെ ഓടിയാന്നല്ല അങ്ങനെ മാറ്റി. അങ്ങനെ സാർ എന്താ സാർ ക്യാബിനെ വന്ന് പറയാം. എന്താ പറ്റി സാർ? നീ എവിടേക്കാണ് പോയിരുന്നു? സാർ എനിക്ക് മാരേജൊക്കെ പോയതാ സാർ. എന്നിട്ട് ആ സാർക്ക് ഷോക്ക്. എന്ത് മാരേജാ? അതെ സാർ എനിക്ക് മാരേജുമായി സാർ. എന്നായിട്ട് ഷോക്കായി പോയി സാർക്ക്. അതെ സാർ എനിക്ക് മാരേജായി, എൻ്റെ ഹസ്ബൻഡ് നടന്ന കാര്യം പറഞ്ഞു. ഇത് കേട്ട് സാർക്ക് ഷോക്കായി പോയി. എന്ത് മാരേജ് ആയോ? അതെ സാർ എനിക്ക് കുറച്ച് നാളുള്ളൂ സാർ, എനിക്ക് ഗ്രാജുവേറ്റ് ആവും പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയായിട്ട് സാർക്ക് ഷോക്കായിരുന്നു. ഫ്രണ്ടിനോട് പറയാൻ തുടങ്ങി. ഫ്രണ്ട് പറഞ്ഞു ഇവളെ ഹസ്ബൻഡ് എവിടെയാണുള്ളത് അങ്ങനെ പറയാൻ തുടങ്ങി. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ജോലിക്ക് പോയിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ വരും വലിയ നാട്ടിൽ പോയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ മിയ പറയാൻ തുടങ്ങി. ഇവർ സാറ് ശരിയില്ലല്ലോ.